പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. ജോയിന്റ് കൗൺസിലിംഗിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാർക്കും അധ്യാപകർക്കും അഭിവാദ്യം അർപ്പിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നതാണ് നമ്മുടെ ഡിമാൻഡ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി 2013 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കിയ ഈ കേരളത്തിൽ അത് നടപ്പിലാക്കിയത് UDF ആണ്. നടപ്പിലാക്കിയവർ തന്നെയാണ് ഇന്ന് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ഇന്ന് പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് പ്രകടനം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ LDF 2016 അധികാരത്തിൽ വന്ന സമയത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ LDF തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമായിരുന്നു ഈ പറയുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കുമെന്ന്. ഞങ്ങൾ ഈ കേരളത്തിലെ സർക്കാരിന് എതിരല്ല. ഞങ്ങൾ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുക എന്നത് സമരസമിതി പ്രസ്ഥാനത്തിന്റെ രീതിയാണ്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ, KGOF ജില്ലാ സെക്രട്ടറി ഷിജോ എന്നിവർ സംസാരിച്ചു. സമരസമിതി നേതാക്കന്മാരായ രാജീവൻ MT, വിനയൻ കല്ലത്ത്, P. രാജൻ, സുരേഷ് ബാബു K, VV പ്രദീപ് കുമാർ, പ്രീത K, ശ്രീജി തോമസ്, സുനിൽ കുമാർ, ഗോകുൽ KJ, K. രാധാകൃഷ്ണൻ, രാജേഷ് ഓൾനടിയൻ, സുപ്രഭ AK, അജയകുമാർ, TA സജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.